ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഞാനെവിടെ പോയിന്ന് എല്ലാവരും കുറേ ദിവസമായി എന്നോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് 3 മാസത്തിൽ മേലെ ആവാറായി. അപ്പം ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, നമുക്ക് വേറെയും കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്കിതിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. കുഞ്ഞിക്ക് 5 വയസ്സായിട്ടോ. അപ്പോൾ കുഞ്ഞിയുടെ 5th ബർത്ത്ഡേയുടെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോയിട്ട് കുഞ്ഞിക്കുള്ള കുറച്ച് ഗിഫ്റ്റ് മേടിച്ചു കേട്ടോ. അപ്പോൾ കുഞ്ഞിനെ സ്കൂളിൽ വിട്ടിട്ടുണ്ട്. ഏട്ടൻ ഇന്ന് ലീവാണ് കേട്ടോ. അപ്പോൾ ഞാനും ഏട്ടനും പോയിട്ട് കുഞ്ഞിക്ക് കുറച്ച് സർപ്രൈസ് ഗിഫ്റ്റൊക്കെ മേടിച്ചു. പിന്നെ ഇത് ഞാൻ തലേ ദിവസം കുഞ്ഞിൻ്റെ സ്കൂളിൽ കുഞ്ഞിൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ കപ്പ് കേക്കാണ്. എങ്ങനെയുണ്ട്? കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് എനിക്കറിയാം. അതായത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് ട്രൈ ചെയ്യണേ. പക്ഷേ അതിൻ്റെ കേക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് കിട്ടിയപ്പോൾ ഞാൻ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്കുള്ള കേക്കും ഞാൻ തന്നെയാണ് ഉണ്ടാക്കണേ. സത്യം പറഞ്ഞാൽ ഇതെൻ്റെ സെക്കൻഡ് ടൈമാണ് ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ഞാൻ ദുബായിലുള്ളപ്പോൾ ഇങ്ങനെ കേക്കിൻ്റെ ഒരു മിക്സ് മേടിച്ചിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കേക്കിൻ്റെ മിക്സ് നമ്മൾ ജസ്റ്റ് ആ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ ഞാൻ റെസിപ്പിക്ക് നോക്കി ഞാൻ സ്വയമായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. പക്ഷെ കേക്കിൻ്റെ ആ ഒരു കേക്ക് ഉണ്ടല്ലോ, കേക്ക് നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. ലെമൺ കേക്കായിരുന്നു കേട്ടോ. പിന്നെ അതിൽ കുറേ കളറൊക്കെ ആഡ് ചെയ്ത് ഒരു പൂക്കാവടി പോലെയൊക്കെ ആക്കി. പക്ഷേ സത്യം പറഞ്ഞാൽ കേക്ക് ബേക്ക് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്, ആർക്കും ചെയ്യാം. പക്ഷേ ഈ ഡിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. ഞാൻ എന്തൊക്കെയോ കാണിച്ചു വെച്ചു. റെയിൻബോ കേക്കൊക്കെ ഉണ്ടാക്കി തരാമെന്നാണ് ഞാൻ കുഞ്ഞിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് റെയിൻബോ കേക്കൊന്നും ആയില്ല. എന്നാലും ഞാൻ കപ്പ് കേക്കിൽ കുറേ കളേഴ്സൊക്കെ ആഡ് ചെയ്ത് ഒരു റെയിൻബോൻ്റെ ഒരു യൂണിക്കോണിൻ്റെ ഒക്കെ ഒരു തീം ഉണ്ടാക്കി എടുത്തു കേട്ടോ അവസാനം. പക്ഷെ നമുക്ക് തന്നെ ട്രൈ ചെയ്യാം. ഇപ്പോൾ നമുക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്കൊരു കേക്ക് ബേക്ക് ചെയ്യാൻ പറ്റുന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നല്ലൊരു ഒരുപാട് ഭംഗിയിലല്ലെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ട്രൈ ചെയ്ത് ഇത്രയെങ്കിലും ആക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല കേട്ടോ. എനിക്ക് ഒന്നാമത് സ്വീറ്റ്സിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ബേക്ക് ചെയ്യണം എന്നുള്ളൊരു ചിന്ത പോലും എനിക്ക് ഒരിക്കലും വന്നിട്ടില്ല. പക്ഷേ കേക്ക് ബേക്ക് ചെയ്യണവരോട് എനിക്ക് എപ്പോഴും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നാറുണ്ട്. ഇങ്ങനെ പറ്റണു, എനിക്കൊന്നും ഒരിക്കലും പറ്റില്ല എന്ന്. പക്ഷേ ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് പറ്റി. അപ്പം നമുക്കായാലും പലർക്കും പലതും ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ നമ്മളത് ട്രൈ ചെയ്യാത്തതുകൊണ്ടാണെന്ന് എനിക്ക് പിന്നെ ഫീൽ ചെയ്തിട്ടോ. ഇവിടെ ആയാലും നമുക്ക് എവിടെയായാലും കേക്കിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റാണ്. പിന്നെ നമ്മൾ വില കുറവിന് മേടിക്കാൻ വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട ഫ്ലേവറിന് കിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റി കിട്ടില്ല. ഇപ്പോൾ ഇവിടെയായാലും കേക്കിന് റേറ്റുള്ള പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. പക്ഷേ ഇവിടെ മിക്കവരും ഈ കേക്കൊക്കെ സ്വന്തമായിട്ട് ബേക്ക് ചെയ്യണവർ തന്നെയാണ്. അവർ കൂടുതലും സ്വീറ്റ്സ് കഴിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ വില കുറവിന് മേടിക്കാൻ പറ്റും. ദുബായിൽ ഞാൻ മേടിക്കാൻ നോക്കിയപ്പോഴൊക്കെ കേക്ക് ഉണ്ടാക്കുന്ന ടിന്നിന് വരെ നല്ല പ്രൈസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എല്ലാം അത്യാവശ്യം ചീപ്പായിട്ട് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഞാനത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ 2 കളറിലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് കേട്ടോ. കാരണം ഒന്നാമത് കളറൊക്കെ കഴിഞ്ഞു. കുഞ്ഞിയുടെ സ്കൂളിലേക്ക് കൊടുക്കാൻ കപ്പ് കേക്കിൽ ഞാൻ പല കളേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ കളർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ള കളർ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ആക്കിയെടുത്ത് ഇവിടെ വെച്ച് നിർത്തിയാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ ഓവർ കോൺഫിഡൻസ് കാരണം ഞാനത് തിരിച്ച് ആ കളർ രണ്ടും മിക്സായിപ്പോയി. അങ്ങനെ ഒരു ബ്ലൂ കളറിലേക്ക് വന്നു കേട്ടോ. ഇതിപ്പോൾ ഡബിൾ ഷെയ്ഡായിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ഈ വീഡിയോസിൽ കേക്ക് ബേക്കിങ് ചെയ്യുമ്പോൾ അവർ വളരെ സിമ്പിളായിട്ട് ചെയ്യണ പോലെ കറക്കണ പോലെയൊന്നും നമുക്ക് പറ്റില്ല കേട്ടോ. എൻ്റെ 1 മണിക്കൂറത്തെ പ്രയത്നം കൊണ്ടാണ് ഇങ്ങനെയെങ്കിലും ആക്കി എടുത്തത്. പിന്നെ ഇപ്പോൾ കുറച്ച് ഓവറാക്കാന്ന് വെച്ചിട്ട് ഓവറാക്കിയാലല്ലേ എല്ലാവരും ശ്രദ്ധിക്കുള്ളൂ. അതേ ഒരു മൈൻഡ് സെറ്റിൽ ഞാൻ പിന്നെ കുറച്ച് ഡിസൈനൊക്കെ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അത് വേണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നി. അത് പിന്നെ ഞാൻ വിചാരിച്ചു ആദ്യത്തെ വട്ടമല്ല, പിന്നെ നമുക്ക് ട്രൈ ചെയ്ത് നമ്മുടെ ഇപ്പോഴത്തെ കുറവുകളൊക്കെ മാറ്റാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞിയുടെ ബർത്ത്ഡേ ആണ്. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിയുടെ ഫ്രണ്ട്സിനൊക്കെ വിളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്ന വീട് അതിന് സൗകര്യമില്ല. പിന്നെ നമുക്ക് പാർക്കിലൊക്കെ പോയിട്ട് പാർട്ടി നടത്താൻ ഇവിടെ ഇപ്പോൾ വിൻ്ററാണ്, നമുക്ക് മഴ എപ്പോൾ പെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ നമ്മൾ പിന്നെ ഇത് ഉപേക്ഷിക്കുക ചെയ്താൽ. കാരണം നമുക്ക് ഒരാളെ ആയിട്ട് മാത്രം വിളിക്കാൻ പറ്റില്ല. വിളിക്കാന്ന് വെച്ചാൽ നമുക്ക് വിളിക്കേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അതിലൊരു ഫാമിലീനെ മാത്രം
കഴിഞ്ഞാൽ അത് മറ്റൊരാൾക്കൊരു വിഷമാവുമല്ലോ. ഇപ്പോൾ നമ്മുടെ സ്പേസ് കുറവാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കുന്ന പ്രയോറിറ്റി അനുസരിച്ചിട്ടല്ല ഓരോരുത്തർ നമ്മളെ വിളിക്കുക. അപ്പോൾ നമ്മൾ ഒരാളെ മാത്രം വിളിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് തോന്നി. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു ഇത് വിട്ടു. ഇനി അടുത്ത വർഷം നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞി പക്ഷേ ഹാപ്പി ആയിട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ആരും വിളിക്കുന്നില്ലെങ്കിലും കുഞ്ഞി ഹാപ്പി ആവണമെന്ന് ഉണ്ടായിരുന്നു. കാരണം കുഞ്ഞി കഴിഞ്ഞ ആഴ്ച കുഞ്ഞിയുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയപ്പോൾ അവളെന്നോട് പറഞ്ഞു അതുപോലെ അവൾക്കും വേണമെന്ന്. പക്ഷേ ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ എനിക്ക് എൻ്റെ മൈൻഡ് സെറ്റിൽ കുഞ്ഞീനെ എങ്ങനെ ഹാപ്പി ആക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ കുഞ്ഞി 5th ബർത്ത്ഡേ അല്ല, അപ്പോൾ 5 ഗിഫ്റ്റ്സ് കുഞ്ഞിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുഞ്ഞിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിക്ക് 5 ഗിഫ്റ്റ്സ് സർപ്രൈസായിട്ട് കിട്ടുമെന്ന്. അപ്പോൾ നമ്മൾ പോയിട്ട് ഒരു 5 ഗിഫ്റ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ ചെറിയ ചെറിയ ഗിഫ്റ്റുകളും അത്ര റേറ്റിൻ്റെ ഒന്നുമല്ല. പക്ഷെ നമുക്ക് ഒരു ഗിഫ്റ്റ് കിട്ടണേക്കാൾ കൂടുതൽ സന്തോഷമാണല്ലോ നമുക്കൊരു കുറച്ചധികം ഗിഫ്റ്റ് കിട്ടുമ്പോൾ. അതിപ്പോൾ കുട്ടികൾക്ക് അതിൻ്റെ പ്രൈസ് എത്രയുണ്ട് അങ്ങനെയൊന്നുമല്ലല്ലോ അവർ ചിന്തിക്കുക. അവർക്ക് കുറേ ഗിഫ്റ്റ് കിട്ടുമ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാവും. ഇപ്പോൾ കുഞ്ഞിക്കും അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഗിഫ്റ്റ് മേടിച്ചിരിക്കണേ. ഇപ്പോൾ കുഞ്ഞ് ഉറങ്ങാണ്. സമയം ഒരുപാടായി. കാരണം ഈ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി എനിക്ക് തോന്നുന്നു ഒരു 6:30 ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഞാൻ 12 മണി വരെ ഇതും തന്നെയായിരുന്നു. കുറച്ചുകൂടിയും കപ്പ് കേക്ക്സ് കൂടിയും ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബട്ടർ ക്രീം ഉണ്ടല്ലോ അത് ഉണ്ടാക്കിയെടുക്കാനും നല്ല പാടാണ്. നമ്മൾ കുറേ നേരം ബീറ്റ് ചെയ്തിട്ടൊക്കെ വേണം. അപ്പോൾ കൈയൊക്കെ കഴിക്കും. പക്ഷെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് ബേക്ക് ചെയ്യണത് തന്നെയായിരിക്കും നല്ലതെന്നാണ് കേട്ടോ എനിക്കും തോന്നുന്നത്. കാരണം നമ്മുടെ ഇഷ്ടപ്പെട്ട ഫ്ലേവറിനൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാം. പിന്നെ ഞാൻ കുറേ നാളായിട്ട് നിങ്ങളോട് ഒരു വിശേഷങ്ങൾ ഞാൻ ഷെയർ ചെയ്യാറില്ല. ഈവൺ ഒരു ചെറിയൊരു ഷോർട്ടായിട്ട് പോലും ഞാനൊന്നും അപ്ഡേറ്റ് ചെയ്യാറുണ്ടായിരുന്നില്ല. അതിന് റിയലി സോറി. എനിക്ക് യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കമൻസ് ആയിട്ടും മെസ്സേജായിട്ടൊക്കെ വരുന്നുണ്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട്. ഒന്നും പറ്റിയിട്ടില്ല. അതിൻ്റെ 3rd സെമസ്റ്റർ ആയിരുന്നു. അതിപ്പോൾ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആ സെമസ്റ്റർ കുറച്ച് ടഫായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്ന പോലെ അത്ര എളുപ്പം ഉണ്ടായിരുന്നില്ല. കുറച്ചുകൂടി കോറായിട്ടുള്ള സബ്ജക്റ്റുകളായിരുന്നു. അപ്പോൾ എനിക്ക് ഫുൾ ടൈം അതിലേക്ക് തന്നെയായിരുന്നു എൻ്റെ ചിന്ത. കാരണം നമ്മുടെ വിസ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സ്റ്റഡീനെ സംബന്ധിച്ചിട്ടാണല്ലോ നമ്മൾ സ്റ്റുഡൻറ്റ് വിസയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഒത്തിരി മാറ്റി നിർത്തിയിട്ട് ഞാൻ കുറച്ചുകൂടി പ്രയോറിറ്റൈസ് ചെയ്തത് എൻ്റെ പഠിത്തത്തിലാണ്. പിന്നെ പോരാണ്ട് കുഞ്ഞ് സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിനെ കാലത്ത് എന്നും കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞിക്ക് നമ്മൾ നിൽക്കുന്ന സബർബിൽ തന്നെ സ്കൂൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കാറിൽ പോകാൻ വെച്ചാൽ 5 മിനിറ്റ് മതി. പക്ഷെ നമ്മൾ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ടൈം കൂടുതലെടുക്കും. അപ്പോൾ നേരത്തെ ഇറങ്ങണം. പിന്നെ അവിടെ ആക്കിയിട്ട് തിരിച്ച് വരുമ്പോൾ ഒരു സമയമാവും. പിന്നെ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയി അറ്റൻഡ് ചെയ്യേണ്ട ക്ലാസ്സുകളുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് അസൈൻമെൻറ്റ് ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഒരു 3 മാസം നല്ല രീതിയിൽ ബിസി ആയിട്ടോ. ഈവൻ ആൾക്കാരായിട്ടുള്ള കോണ്ടാക്റ്റ് വരെ കുറഞ്ഞു. കാരണം എനിക്കൊരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ അത്രയും ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരുപാട് കാര്യത്തിലൊന്നും എനിക്ക് ഇൻവോൾവ് ആവാൻ പറ്റില്ല. ആ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്ന ഒരാളാണ് കേട്ടോ. എനിക്ക് മൾട്ടി ടാസ്കിങ് ഫിസിക്കലി ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് മെൻ്റലി ഒരുപാട് കാര്യങ്ങൾ തലയിലായി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് വരുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ഒന്ന് പെൻഡിങ്ങിലേക്ക് ഇട്ടേ. മുന്നേ ആയിരുന്നപ്പോൾ ദുബായിലൊക്കെ ആയിരുന്നപ്പോൾ ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, നമ്മൾ വീട്ടിലിരിക്കുന്നു. അപ്പോൾ എനിക്ക് യൂട്യൂബ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു റിലാക്സേഷനായിരുന്നു. എനിക്കൊരു എന്തെങ്കിലും ഞാൻ ക്രിയേറ്റീവ് ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ടെന്നൊരു തോന്നൽ എനിക്ക് യൂട്യൂബിലൊരു വീഡിയോ ഇടുമ്പോൾ തോന്നാറുണ്ട്. അപ്പോൾ അന്നൊക്കെ ഞാൻ ആക്റ്റീവായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ പല കാര്യങ്ങളിലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോസ് പറഞ്ഞത്. ഇനി അങ്ങോട്ട് ഭാവിയിലായാലും പഴയ പോലെയൊന്നും ഞാനങ്ങനെ വീഡിയോസ് ഇട്ടൊന്നും വരില്ല. പക്ഷെ ഞാൻ ഒരിക്കലും ചാനൽ അങ്ങനെ ഇട്ടിട്ട് പോവില്ല കേട്ടോ. നമുക്ക് നമ്മുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കാണണമെന്ന് ആഗ്രഹമുള്ള ജെന്യൂനായിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ കൂടുതലും ഞാനിപ്പോൾ ഇടുന്നുണ്ടെങ്കിലും ചിലപ്പോൾ കോണ്ടൻറ്റ് ആയിട്ടുള്ള വീഡിയോസ് ആവും ഇടുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് അതിലറിയാം, നമ്മൾ ഈ ഡെയിലി വ്ളോഗൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല. എഡിറ്റ് ചെയ്യാൻ കുറച്ച് സമയം വേണം. പിന്നെ അത് ഇട്ടാലും നമുക്കതിൽ നിന്ന് അധികം വ്യൂസോ ഏണിങ്സോ ഒന്നും അധികം വരില്ല.
അപ്പോൾ കോണ്ടൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റീച്ചായി കഴിഞ്ഞാൽ നമുക്കൊരു ഏണിങ്സ് കിട്ടും. അപ്പോൾ ഇപ്പോഴായാലും ഞാൻ വീഡിയോസ് ഇട്ടില്ലെങ്കിലും എനിക്ക് എല്ലാ മാസം കിട്ടിയില്ലെങ്കിലും 2 മാസം കൂടുമ്പോഴെങ്കിലും എനിക്കൊരു ഇൻകം പോലെ വരുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചിട്ട് വലിയൊരു കാര്യമാണ് കേട്ടോ. അത് ആരെ സംബന്ധിച്ചിട്ടായാലും വലിയൊരു കാര്യമാണ്. നമ്മുടെ ഒരു എഫേർട്ടിന് ഒരു റിസൾട്ടായിട്ട് നമുക്കൊരു ഏണിങ്സ് കിട്ടുന്നത്. നമ്മൾ മുന്നെടുത്ത എഫേർട്ടാണെങ്കിൽ പോലും നമുക്കതിനുള്ളൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്. എന്തോ ഒരു പ്രോവർബ് ഉണ്ടല്ലോ, അതായത് വിതച്ചവൻ കൊയ്യുന്നു. അത് നമ്മളെപ്പോഴായാലും നമ്മൾ ആ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്തായാലും കിട്ടും എന്നുള്ളൊരു തെളിവാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്, അത് ഞാൻ ഒരിക്കലും മറക്കില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരിക്കലും യൂട്യൂബ് നിർത്താൻ പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഗിഫ്റ്റ് ഒന്ന് പാക്ക് ചെയ്യണം. അപ്പോൾ ഏട്ടനായിരുന്നു ഗിഫ്റ്റ് പാക്ക് ചെയ്യാൻ ഇരുന്നുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ കുഞ്ഞ് എണീറ്റ് വന്നു. പിന്നെ കുഞ്ഞ് വാശിയായി. അപ്പോൾ ഏട്ടൻ കുഞ്ഞിനെ ഉറക്കാൻ പോയിട്ടോ വീണ്ടും. അപ്പോൾ ഞാൻ വേഗം പാക്ക് ചെയ്തിട്ട് കെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാനാകുമ്പോൾ ഇത്തിരി സ്പീഡിൽ ചെയ്യും. ഏട്ടനാണെന്ന് വെച്ചാൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊക്കെ ചെയ്യാതിരിക്കുമ്പോൾ നേരം വെളുക്കും. അപ്പം ഞാൻ അങ്ങനെയൊന്നും, നമ്മളിപ്പോൾ അവളെന്തായാലും അത് കീറി മുറുക്കിയുള്ളതാണ്. അപ്പോൾ ഞാൻ ആ ഒരു ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ. അപ്പോൾ ഇത് പിറ്റേ ദിവസമായിട്ടോ. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുഞ്ഞ് അപ്പുറത്ത് ഹോളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കുകയാണ്. ഇന്ന് കുഞ്ഞിയുടെ പിറന്നാളല്ല, ബർത്ത്ഡേ ആണ്. അപ്പോൾ പിന്നെ നോൺ കഴിക്കണോണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ചിക്കൻ വറുത്തിട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഇവിടുത്തെ ചിക്കനൊക്കെ ഇത്തിരി നെയ്യ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ വറുത്തില്ലെങ്കിൽ നമ്മൾ കറിയായിട്ട് ഡയറക്റ്റ് വെക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് വെള്ളം പോലെ വരും. അപ്പോൾ അത് ബിരിയാണിക്ക് അത് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ വറുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുക. ഞാനപ്പോൾ റൈസിന് വേണ്ടിയിട്ട് ജീരകശാല റൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് വെക്കുന്നത്. ശരിക്കും ഞങ്ങൾക്ക് താല്പര്യം ജീരകശാല കൊണ്ട് വെക്കണതാണ്. പക്ഷെ അതിവിടെ അധികം അങ്ങനെ കിട്ടില്ല. അപ്പോൾ നമ്മൾ പോകുന്നൊരു ഇന്ത്യൻ സ്റ്റോർ ഉണ്ട്. അപ്പോൾ അവിടെ സ്റ്റോക്ക് ഔട്ടായിരുന്നു. അപ്പോൾ സ്റ്റോക്ക് വന്നപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ വേഗം പോയിട്ട് ഒരു 5 കിലോ മേടിച്ചു കിട്ടും. അത് അപ്പം തന്നെ തീരുന്നതാണ് അവിടുത്തെ ചേട്ടൻ പറഞ്ഞത്. ബസ്മതി റൈസ് കിട്ടും. കാരണം ഇവിടെ നോർത്ത് ഇന്ത്യൻസ് ആയാലും അവരും ബസ്മതി റൈസ് ആണല്ലോ കഴിക്കുക. അപ്പോൾ ബസ്മതി കിട്ടും. പക്ഷേ ജീരകശാല അങ്ങനെ എല്ലായിടത്തും കിട്ടില്ല. വളരെ റെയറായിട്ടാണ് പല സാധനങ്ങളും കിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ദുബായ് പോലെയൊന്നും എല്ലാ സാധനങ്ങളും കിട്ടില്ല. പിന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ ഓരോ ഇന്ത്യൻ സ്റ്റോറും മാറി മാറി നോക്കുകയാണെങ്കിലൊക്കെ എല്ലാം കിട്ടും. ചിലപ്പോൾ ഒരു ഇന്ത്യൻ സ്റ്റോറിൽ ചില സാധനങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വേറൊരു സ്റ്റോറിൽ പോകേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെ കിട്ടും. പിന്നെ ഇവിടെ സീസണലായിട്ടുള്ള വെജിറ്റബിൾസ് വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഇപ്പോൾ ചേമ്പ്, അതുപോലെ കുക്കുംബർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ആ സീസൺ ആകുമ്പോൾ കിട്ടും. എപ്പോഴും കിട്ടിയെന്ന് വന്നില്ലെങ്കിലും നമ്മുടെ നാട് പോലെ ആ സീസൺ ആകുമ്പോൾ, ഇപ്പോൾ കൂർക്ക സീസൺ വരുമ്പോൾ കൂർക്ക കിട്ടുന്ന പോലെയൊക്കെ തന്നെ ഇവിടെയും അങ്ങനത്തെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ആ ഒരു സീസൺ ആകുമ്പോൾ കിട്ടും കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്കങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് മിസ് ചെയ്യില്ല. പക്ഷേ ഹോട്ടൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ വശം പിന്നെ ചിന്തിക്കേ വേണ്ട, വെച്ചിട്ട് കഴിക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒന്ന് രണ്ട് നമ്മുടെ കേരള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മുടെ ആശാസ് കിച്ചൻ എന്ന് പറയും, ഇപ്പോൾ പെർത്തിലുള്ളവർക്ക് അറിയുണ്ടാവും. അപ്പോൾ അവിടെ നമ്മുടെ വീക്ക് ഡേയ്സിൽ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഊണ് കിട്ടും. അതുപോലെ വീക്കെൻഡിൽ പോകാന്ന് വെച്ചാൽ ബിരിയാണി ആയിരിക്കും അവിടുത്തെ മെയിനായിട്ടുണ്ടാവുക കേട്ടോ. പിന്നെ പൊറോട്ട, ബീഫ് അങ്ങനെ. പക്ഷെ അത് അല്ലാണ്ട് കറി ലീവ്സ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ ആകുമ്പോൾ നമുക്ക് പൊതിച്ചോറൊക്കെ കിട്ടും. പൊതിച്ചോറ്, പൊതി ബിരിയാണി, അങ്ങനത്തെ കുറച്ചധികം വെറൈറ്റി ഡിഷസ് കിട്ടുന്നുണ്ട്. അവിടുത്തെ പൊതിച്ചോറ് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ എപ്പോഴൊക്കെ എനിക്ക് എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നുമ്പോൾ അവിടുത്തെ പൊതിച്ചോറാട്ടോ വാങ്ങി കഴിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ പെർത്തിലുള്ള ആൾക്കാർക്കൊന്ന് അത് പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം എല്ലാവർക്കും എല്ലാ റെസ്റ്റോറൻറ്റൊന്നും അറിയണമെന്നില്ല. നമ്മളിങ്ങനെ മറ്റുള്ളവർ പറഞ്ഞ് കേട്ട് നമ്മൾ ഓരോന്ന് പോയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. പക്ഷെ പൊതിച്ചോറ് എന്തായാലും സൂപ്പറാണ്. പിന്നെ ഒരു ഇന്ത്യൻ സ്റ്റോർ ഞാൻ പറഞ്ഞുതരാം. JD സ്പൈസ് എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ സ്റ്റോർ ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെ നമുക്ക് 4 മണി പലഹാരങ്ങളൊക്കെ കിട്ടും കേട്ടോ. വട, പരിപ്പ് വട, പപ്സ്, ബോണ്ട ഒക്കെ അടിപൊളിയാണ്. പക്ഷെ അത് നമ്മൾ വിളിച്ച് പറയണം അവരെ. അവിടെ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ കോണ്ടാക്ട് നമ്പർ തരും. അപ്പോൾ നമ്മൾ വിളിച്ച് പറഞ്ഞാൽ മാത്രമാണ്
നമുക്ക് എടുത്ത് മാറ്റി വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ 3 മണി 4 മണിക്ക് പോയി മേടിക്കാൻ നോക്കുമ്പോഴേക്കും അവിടെ സ്റ്റോക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അവിടെ ബിരിയാണി ഇടയ്ക്ക് വരും, മന്തി റൈസ് വരും. അപ്പോൾ JD സ്പൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് ക്ലെംസുംകോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മുടെ വീഡിയോസ് ഇവിടെ ഉള്ള കുറച്ച് പേര് കാണുന്നുണ്ട്. പിന്നെ പുതിയതായിട്ട് ഇവിടേക്ക് വന്ന സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നവരും കാണുന്നുണ്ട്. ഞാൻ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടു കേട്ടോ. ഒരു കുട്ടീനെ ഞാൻ എൻ്റെ കോളേജിൽ വെച്ച് പരിചയപ്പെട്ടു. പിന്നെ 2-3 പേരെ നമ്മൾ ഇതുപോലെ ഇന്ത്യൻ സ്റ്റോറിലൊക്കെ പോയപ്പോൾ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പേരൊക്കെ നമ്മുടെ വീഡിയോസ് കണ്ടു. അപ്പോൾ നമ്മൾ അവർക്ക് ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാനത് പറഞ്ഞത്. നമ്മുടെ നാട്ടിലുള്ളവർക്കും അത് അറിയാമല്ലോ, അറിയണോണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ. ഇവിടെ എന്തൊക്കെയാണ് കാര്യങ്ങളുള്ളത് എന്നൊക്കെ അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഏട്ടൻ ഫോട്ടോ എടുക്കാൻ പോയ ടൈമിൽ ഞാൻ ജസ്റ്റ് ആ ഗിഫ്റ്റൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ്. കുഞ്ഞവിടെ മറ്റേ മാലാഖയുടെ പോലെ ഉള്ള ഫോട്ടോഷൂട്ടിലാണ്. ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ച ഡ്രസ്സാണ് കേട്ടോ. പക്ഷേ ഓൺലൈനിൽ നിന്ന് കാണുമ്പോൾ എനിക്ക് അത്ര ഭംഗി തോന്നിയില്ലെങ്കിലും കുഞ്ഞി അത് ഇട്ട് വന്നപ്പോൾ നല്ല ഒരു രസമായിട്ട് വന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞ് കയറി വന്നപ്പോൾ ഞാൻ ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ പാട്ടൊക്കെ TV-യിൽ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരുന്നുള്ളതുകൊണ്ട് ഞാനതൊക്കെ മ്യൂട്ടാക്കി കേട്ടോ. അപ്പോൾ കുഞ്ഞ് ഭയങ്കരമായിട്ട് ഹാപ്പിയായി. കുഞ്ഞ് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഗിഫ്റ്റൊക്കെ മേടിക്കുന്നത്. അത് ഒരു ഗിഫ്റ്റ് മേടിക്കുന്നതിന് പകരം 5 ഗിഫ്റ്റ് മേടിച്ചപ്പോൾ അവൾ ഒന്നുകൂടി എക്സൈറ്റഡായി. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗിഫ്റ്റൊന്നും ഇല്ല, കാരണം ഒരാഴ്ച മുന്നേ അവളുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകുമ്പോൾ ഫ്രണ്ടിന് ഗിഫ്റ്റ് മേടിക്കുന്നതിൻ്റെ കൂടെ അവൾ ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഗിഫ്റ്റ് ഇല്ലയെന്ന്. അപ്പോൾ കുഞ്ഞിൻ്റെ വിചാരം കുഞ്ഞിക്ക് ഗിഫ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നാണ്. പക്ഷേ ഗിഫ്റ്റ് കണ്ടപ്പോൾ ആൾ ഹാപ്പി ആയിട്ടോ. അപ്പോൾ അതന്നെയായിരുന്നു നമുക്ക് വേണ്ടത്. അപ്പോൾ കേക്കൊന്നും കട്ട് ചെയ്യാനും കഴിക്കാനുള്ളൊരു ഇതൊന്നും കുഞ്ഞിക്ക് ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ആ ഗിഫ്റ്റൊക്കെ തുറന്ന് എന്താണെന്ന് നോക്കാനുള്ളൊരു വ്യഗ്രതയായിരുന്നു. അപ്പോൾ ഇതാണ് മറ്റേ നാഗവള്ളിയിലത്തെ പോലെ നമ്മുടെ മണിച്ചിത്രത്താഴിൽ ശോഭനയുടെ ആഭരണപ്പെട്ടി തുറക്കണ പോലെയായിരുന്നു കുഞ്ഞി. പിന്നെ ഫുള്ള് എല്ലാം ഒന്ന് തുറന്ന് എന്താണെന്ന് കാണാനുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഇതൊരു ടോട്ടോയ്സാണ്. ഇത് ഇങ്ങനെ നമുക്ക് വെള്ളത്തിലിട്ടാലും അതിങ്ങനെ ബാറ്ററിയാണ്. അപ്പോൾ ഒരു പമ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ വെള്ളത്തിലിങ്ങനെ സ്വിം ചെയ്യും. പിന്നെ നമ്മൾ ഫ്ലോറിൽ വെച്ചാലും അതിങ്ങനെ ഇങ്ങനെ ഇഴഞ്ഞ് പൊക്കോളും കേട്ടോ. ഏറ്റവും ചെറിയൊരു ഗിഫ്റ്റ് അതായിരുന്നു. പക്ഷേ ഏറ്റവും ക്യൂട്ടായത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അതായിരുന്നു കേട്ടോ. അതിങ്ങനെ പോണ് കാണാൻ നല്ല ക്യൂട്ടാണ്. പിന്നെ ഈ 2 ഗിഫ്റ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് അത് കുഞ്ഞിക്ക് നമുക്ക് എല്ലാവർക്കും 3 പേർക്ക് ഒരുമിച്ച് കളിക്കാൻ പറ്റുന്ന ഒരു 2 ഗെയിംസിൻ്റെ ഒരു സെറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അത് രണ്ടും അച്ചിമോളും ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കളിക്കുന്നുണ്ട്. കാരണം കുഞ്ഞിക്ക് ഏട്ടൻ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവളുടെ കൂടെ ഒന്ന് കളിക്കണം എന്നാണ്. അപ്പോൾ പിന്നെ 2 പേർക്കും കളിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന പാകത്തിനുള്ള 2 ടോയ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ നമ്മുടെ ഗോലി ഉണ്ടല്ലോ, ഗോലി ആ സ്റ്റിക്കുകൾ ഇങ്ങനെ അവിടെ ആ ട്രിക്ക് സ്റ്റിക്സ് എന്ന് പറഞ്ഞ ബോക്സ് ഉണ്ടല്ലോ, അതിൽ ഇങ്ങനെ നമ്മൾ സ്റ്റിക്കുകൾ ഇങ്ങനെ ഹോൾസിൽ വെച്ചിട്ട് നമ്മൾ ഈ നമ്മുടെ ഗോലി മാർബിൾസ് അതിൻ്റെ മേലെ ഇടുക. എന്നിട്ട് നമ്മൾ ഓരോ സ്റ്റിക്ക് എടുക്കുമ്പോൾ ആ ഗോലി വീഴാണ്ട് വേണം എടുക്കാൻ. അങ്ങനത്തെ ഒരു ഗെയിമായിരുന്നു അത്. പിന്നെ ഒരെണ്ണം ബൗൺസിങ് ബോൾ, നമ്മൾ ബൗൺസ് ചെയ്ത് ബോൾ വിട്ടിട്ട് ഓരോന്നും ഓരോ കളറിൻ്റെ ഇതിലേക്ക് വീഴ്ത്തിയിടണം. പിന്നെ ഇത് നമ്മുടെ പ്രിൻസസിൻ്റെ ഒരു സെറ്റാണ്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് ഒരു ഷൂ ഒക്കെ ഉണ്ടായിരുന്നു, ചെരുപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് 3 to 5 ഇയേഴ്സിൻ്റെയാണ് നമ്മൾ മേടിച്ചെങ്കിലും കുഞ്ഞിക്ക് അത് വലുതായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സൈക്കിള് കുഞ്ഞിക്ക് ഒട്ടും എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല, കാരണം ഇതായിരുന്നു കുഞ്ഞിയുടെ ഫ്രണ്ടിന് മേടിച്ചു കൊടുത്ത ഗിഫ്റ്റ്. അപ്പോൾ അന്ന് അവളത് മേടിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്കത് വേണമെന്ന്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഏട്ടൻ അത് മേടിച്ചത്. പക്ഷേ അവൾക്കത് കണ്ടപ്പോൾ അത്ര താല്പര്യമായില്ല, കാരണം അത് അവളുടെ ഫ്രണ്ടിന് ഉള്ളതല്ലേ എന്ന് പറഞ്ഞു. അത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതേ വരെ കുഞ്ഞി ബാക്കിയുള്ള ടോയ്സൊക്കെയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞി എന്തായാലും ഹാപ്പി ആയി. അപ്പോൾ അത് തന്നെയായിരുന്നു നമുക്കും വേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. കുഞ്ഞിക്ക് ഇനിയിപ്പോൾ അത് അപ്പം തന്നെ കളിക്കണം എന്നുള്ളൊരു വാശിയിലാണ് ഇരിക്കുന്നത്. കുറച്ച് നേരം പിന്നെ വാശിയൊക്കെ പിടിച്ചു കേട്ടോ. അപ്പോൾ കേക്കും കട്ട് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കണം, വിശക്കുന്നുണ്ട് കുഞ്ഞിക്ക്. പിന്നെ വിശപ്പൊന്നും ഇല്ല, വിശപ്പും ദാഹമൊന്നും ഇനി ഇല്ല, എന്നാലും ഭക്ഷണം കൊടുക്കണമല്ലോ, ബർത്ത്ഡേ അല്ലേ. അപ്പോൾ ഇനി ബിരിയാണി കഴിക്കുക, ഒന്ന് പുറത്ത് പോകണം, കുഞ്ഞിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കണം. അത്ര തന്നെയുള്ളൂ കേട്ടോ. ഇന്നത്തെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ കേക്ക് എനിക്കധികം സ്വീറ്റ്സ് ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ കേക്ക് മിക്കവാറും ഏട്ടൻ നാളെ ഓഫീസിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഏട്ടൻ്റെ ഓഫീസിൽ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ ഓരോ ഫങ്ഷൻസൊക്കെ വരുമ്പോൾ അവരിങ്ങനെ സ്വീറ്റ്സ് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അതുവരെയും മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ കുറച്ചുകൂടി ക്വാണ്ടിറ്റിയിൽ കേക്ക് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം അങ്ങനെ അപ്പോൾ ബിരിയാണി കഴിച്ച് കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 2 പേരും ഓഫായി. പിന്നെ കിടന്നുറങ്ങാൻ കേട്ടോ ഉണ്ടായേ. പുറത്തേക്ക് പോയിട്ട് ഫോട്ടോ എടുക്കൽ നടന്നില്ല. ഫോട്ടോ എടുക്കാൻ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല കേട്ടോ. അതാണ് സത്യാവസ്ഥ.
അപ്പോൾ ഞങ്ങൾ ഇനി ഇതേ ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പോൾ ബിരിയാണി ഉണ്ട്, മുട്ട പുഴുങ്ങിയതുണ്ട്, ഇനി സലാഡ് ഉണ്ടാക്കിയിട്ടില്ല, അപ്പോൾ അത് ഏട്ടൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയും വിശേഷങ്ങളും ഇത്ര തന്നെ ഉള്ളൂ. ഇനി കൂടുതൽ എന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടാകുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യും കേട്ടോ. അല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ വീഡിയോ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, ഉറപ്പൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ഈവൻ ദോ ഈ വീഡിയോ വോയിസ് ഓവർ ചെയ്യുമ്പോൾ വരെ എനിക്ക് ആകെ തപ്പിപ്പിടുത്താണ്. കുറേ നാളായിട്ട് വീഡിയോ ചെയ്യാണ്ടും എഡിറ്റ് ചെയ്യാണ്ടും വോയിസ് കൊടുക്കാണ്ടൊക്കെ എനിക്ക് എന്താ പറയേണ്ടതെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. എന്തൊക്കെയോ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.